നമസ്കാരം. നമ്മുടെയൊക്കെ ഫാമിലിയിലേ പണ്ടത്തെ പോലെ സംസാരമുണ്ടോ ഇപ്പം? പണ്ടൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, മക്കൾ എല്ലാം കൂടെ നല്ല സംസാരമായിരിക്കും. തമാശകൾ പറയും, കളികളുണ്ട്, ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, ഓടിക്കളിക്കുന്നതുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടികൂടലുണ്ട്, രാത്രി ചെന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്കിട്ടൊരാൾ അടി തരുവാണെങ്കിൽ, എൻ്റെ സഹോദരൻ എന്നെ അടിക്കുകയാണെങ്കിൽ ഞാൻ രാത്രി പോയി, പകല് നേരിടാൻ ശക്തിയില്ലാത്തതുകൊണ്ട് രാത്രി പോയി തിരിച്ചു കൊടുക്കും അല്ലേ. അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോയി. അതേപോലെ നമ്മളെ പേടിപ്പിക്കൽ, ഒളിച്ചിരുന്ന് പാത്തിരുന്ന് പേടിപ്പിക്കലുണ്ട്. അതേപോലെ പ്രേതമായിട്ടിങ്ങനെ പുതപ്പൊക്കെ ഇട്ട് വന്ന് നമ്മളെ പേടിപ്പിക്കലുണ്ട്. അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. വേറെ ഒരു നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഒരു സന്തോഷകരമായൊരവസ്ഥയായിരുന്നു അല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതേപോലെ ഇട്ടൂലി കളി എന്നും പറഞ്ഞിട്ട് ഈ പിന്നൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പോയി തപ്പി കണ്ടുപിടിക്കണതൊക്കെ ഇല്ലായിരുന്നോ. ഒറ്റക്കാലെ ചാടിപ്പോകുന്നത്, അതിനെന്തായാലും പറയണേ, അങ്ങനെ ഒറ്റക്കാലെ ചാടിയിട്ട് കളം വരച്ചിട്ട് ഓരോ കളത്തിൽ പോണ കല്ലുകളി, അതൊക്കെ തീപ്പെട്ടിക്കോല് കളി, എന്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ സംസാരവും വഴക്കും പിണക്കവും, പിന്നെ ഇച്ചിരി നേരം കഴിയുമ്പോൾ കൂട്ടുകൂടി പിന്നെയും പോയിരുന്ന കളിയും ഒക്കെ ആയിട്ട് നല്ല സന്തോഷകരമായൊരവസ്ഥയായിരുന്നു അല്ലേ. ഇന്നത്തെ പിള്ളേർക്ക് അതൊട്ട് അറിയത്തുമില്ല, അവർക്കൊട്ട് അതിനോട്ട് താല്പര്യവുമില്ല. അവരെങ്ങനെയെങ്കിലും എന്നാ പറയണേ, മൊബൈലിലുണ്ട് എല്ലാം. അവർക്ക് സംസാരിക്കാനുള്ളതും അവർക്ക് കളിക്കാനുള്ളതും ഒക്കെ അവരുടെ മൊബൈലിൽ ഉണ്ട് ഇല്ലേ. അതുകൊണ്ട് അവരെ നമ്മുടെ ഒന്നും കൂടെ വന്നിരുന്ന കൂട്ടുകൂടി ഇങ്ങനെയുള്ള കളികൾക്കൊന്നും അവരെ കിട്ടുകയുമില്ല. വേറൊരു രീതിയിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു ഇല്ലേ. അതായത് ഇപ്പോൾ 8ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടി അതങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല പിള്ളേർ. മിക്ക പിള്ളേരും പറയണതാണ് ഏതെങ്കിലും സൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടിരുന്ന് പഠിക്കുവാന്നും ഒക്കെ അങ്ങ് പറയും. ഇവിടെയുണ്ട് ഇതുപോലെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞത്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ മാത്രം കുറച്ചു നേരം നിർത്തും, അതേ ഉള്ളൂ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ദിവസത്തിലെ 1 മണിക്കൂറെങ്കിലും പോട്ടെ, ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം ഇല്ലേ. അത്രയും സമയം നമ്മളോട് വന്നിരുന്ന് പണ്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കണേ അച്ഛൻ മൊബൈലിലായിരിക്കും, അമ്മ മൊബൈലിലായിരിക്കും, മക്കൾ വേറെ മൊബൈലിലായിരിക്കും. പിന്നെ ഓരോ ഗുഹകൾ പോലെയാണ് വീടുകൾ. ഒരു മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് എന്താ നടക്കണമെന്ന് ആ കുട്ടികളും അറിയില്ല. മാതാപിതാക്കൾ, അച്ഛൻ ഒന്നെങ്കിൽ TV ഓൺ ചെയ്ത് അതിൻ്റെ മുമ്പിലേക്ക് ഇരിക്കും, അമ്മ അടുക്കളയിലായിരിക്കും. ഇച്ചിരി നേരം കഴിയുമ്പോൾ അമ്മയും ഏതെങ്കിലും മൊബൈലും എടുത്ത് ഒരു മുറിയിലേക്ക് കയറും. അങ്ങനെ കുറേ ഗുഹകളിലാണ് ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി വരുന്നു. കുറച്ച് പേര് വന്നേച്ച് പറയും, അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അയാളിരുന്ന് കഴിച്ചിട്ട് പോയി. മറ്റുള്ളവരോ കഴിച്ചോ ഇല്ലയോ ഒന്നും അന്വേഷിക്കില്ല ഇല്ലേ. അങ്ങനെ ഒരു കാലമല്ലേ ഇപ്പം. ആരും ആരുടെയും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അമ്മമാർ എല്ലാം ഉണ്ടാക്കി വെക്കുന്നു. അമ്മമാരും ബിസിയാണ്. അമ്മമാർക്ക് മൊബൈൽ നോക്കണം. ചില ജോലിയുള്ള അമ്മമാരാണ്, അങ്ങനെ പോകും. അമ്മമാരുടെ കാര്യം നോക്കുന്നു. ഇങ്ങനെയൊക്കെ മിണ്ടാട്ടം എന്ന് പറയണില്ല. മിണ്ടുന്നവർ കുറച്ചേ ഉള്ളൂ. ആകെ എന്നാന്ന് പറയണേ, ചിലപ്പോഴെങ്ങാനും കണ്ടുകൂടി ഹായ് ഹൂയ് വെക്കുന്ന ബന്ധത്തിലേക്ക് ആയിപ്പോയി ഇല്ലേ. പണ്ടത്തെ ചുമ്മാ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് നമ്മൾ റേഡിയോയാണ് ഇല്ലേ എല്ലായിടത്തും. അതേപോലെ കറണ്ട് കട്ട് ഉണ്ടായിരുന്നു. കറണ്ട് കട്ടുള്ളപ്പം അതും ഉണ്ടായിരുന്നു. റേഡിയോ എടുത്ത് ബാറ്ററി ഇടുന്ന റേഡിയോ ആയതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് വാർത്ത കേൾക്കുമായിരുന്നു. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേനും കാരണവന്മാർ ചെവിയിലോട്ടിങ്ങനെ റേഡിയോ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചിങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് കേൾക്കണമൊക്കെ നമ്മൾ ഓർക്കണില്ലേ. അതേപോലെ ചിത്രഗീതം, രഞ്ജിനി, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ അതിനകത്ത് കേൾക്കുമായിരുന്നു. വാർത്തകൾ ഒക്കെ ഞാനൊക്കെ ഓർത്തിട്ടുണ്ട്, ഇതെങ്ങനെ ഈ അന്തരീക്ഷത്തിൽ കൂടെ ഇതിങ്ങനെ വരുന്നതെന്ന് ഇല്ലേ. ഈ റേഡിയോയിൽ വന്നിങ്ങനെ പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ആങ്ങളെയും കൂടി റേഡിയോയുടെ പുറകുവശം പൊളിച്ചു നോക്കിയതാണ്, ഇതെവിടെയായിരുന്നു ആളിരുന്ന് പറയണേന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുസൃതികളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോൾ TV വന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എൻ്റെ പൊന്നെ, TV കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് നടന്ന സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ ഏതെങ്കിലും TV ഉള്ള വീട്ടിലേക്ക് ഓടിപ്പോയി ആ മുമ്പത്ത് പോയി ഇരിക്കുന്നതും, അവർ കട്ടൻ ചായ, അത് രാത്രി 2 മണി 3 മണിക്കൊക്കെ അല്ലേ ഇത് കളി. 12 മണിക്ക് 1 മണിക്കൊക്കെ തുടങ്ങി നേരം വെളുക്കുമ്പോൾ തുടങ്ങി അവർക്ക് ശല്യമായിട്ടും പോയിരിക്കുക. എന്നാലും കാണാൻ വേണ്ടിയിട്ട്, ഇതിൽ കാണാൻ വേണ്ടിയിട്ടൊരാകാംക്ഷ. അത് തന്നെയല്ല, സിനിമ കാണാനൊക്കെ ഒരാൾ പോയി ഇങ്ങനെ ആൻറ്റിനെ തിരിച്ചുകൊണ്ടിരിക്കില്ലേ, എവിടെ ഈ സിഗ്നൽ കിട്ടണ എവിടെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രെയിൻസ് പോലെ ഒരു സാധനം TVക്കകത്ത് വരുന്നൊക്കെ ഓർത്ത് നോക്കി നിങ്ങൾ. ഈ ഗ്രെയിൻസ് എന്നല്ല അതിന് പറയണത്, ഇങ്ങനെ കുഞ്ഞു 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 ഗുരുന്ന് വരും. അത് അപ്പം തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും അത് കിട്ടും. അങ്ങനെ
പിന്നെ നമുക്ക് ഇൻവെർട്ടർ അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കറണ്ട് അങ്ങ് പോയാൽ പിന്നെ 4 ദിവസം കഴിഞ്ഞ് കറണ്ട് വരുള്ളൂ. നമ്മൾ കിണറ്റിൽ പോയി വെള്ളം കോരി ചുമന്ന് കൊണ്ടുവരണം. മോട്ടറൊക്കെ അപൂർവ വീടുകളിലേ ഉള്ളൂ, എല്ലാവരും തന്നെ വെള്ളം കോരുന്നവരായിരിക്കും. അത് തന്നെയല്ല, ഇൻവെർട്ടർ ഇല്ലാത്ത ആ സമയമായതുകൊണ്ട് നമ്മൾ പാള വെട്ടി വിശറി ഉണ്ടാക്കി വീശിക്കൊണ്ട് നടക്കണതും പാത്രം എടുത്ത് വീശണതും ഒക്കെ ഒന്ന് കാലം ഓർത്ത് കിടന്ന രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് ഫാനില്ലാത്തുള്ള അവസ്ഥയും. ഫാനൊക്കെ അപൂർവ വീടുകളിലേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു കാലത്തിൽ കൂടെ അല്ലേ നമ്മൾ കടന്നുപോയത്. ഇപ്പം എന്താ സൗകര്യം ഇല്ലേ? എൻ്റെ ഒരുമാതിരി നല്ല പ്രായം വരെ ഫാനൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഫാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ടി വി ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ടി വി അവിടെ ഉണ്ടായത്. അതിന് മുമ്പ് അവിടെ ടി വി ഒന്നുമില്ലായിരുന്നു. അത് ഞങ്ങളിങ്ങനെ ഇരുന്ന് പോയി വലിയ അത്ഭുതം കാണുന്ന പോലെ ഞങ്ങൾ അച്ചാച്ചനും ഞങ്ങളും എല്ലാം കൂടെ ഇരുന്ന് കാണുന്ന സിനിമ കാണുന്നതും ഒക്കെ ഒരു കഥയാണ്, ഇല്ലേ? ഇന്നിപ്പോൾ എല്ലാം വിരൽത്തുമ്പിലാലെ ഒന്ന് തോണ്ടിയാൽ മതി. തോണ്ടൽ പോലും വേണ്ട, കണ്ണ് പോലും സെൻസർ ചെയ്യുന്ന സമയത്തേക്ക് വന്നു, ഇല്ലേ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നമ്മൾ. മനുഷ്യൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയം പോലെ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അമ്മയുടെ സ്ഥാനത്തൊക്കെ റോബോട്ടുകൾ ഉണ്ടാക്കുന്ന കാലത്തിലേക്കൊക്കെ വരാൻ അധികം താമസമൊന്നുമില്ല. AI വന്നു കഴിഞ്ഞിട്ടുണ്ട്, അതും വരും എന്നാണ് പറയുന്നത്. എല്ലാം മാറി മറിഞ്ഞു. ഇനി ആർക്കും പൈസയുള്ളവർക്ക് ഒന്ന് വീട് അടിച്ചു വാരാനൊക്കെ ആളുകളായി, റോബോട്ടുകളായില്ലേ? വീട് അടിച്ചു വാരി ഇടാനും എവിടെ വേണേലും എല്ലാ സംവിധാനങ്ങളും ആയി. അപ്പം നമ്മൾ ഓർക്കണം കാലത്തിൻ്റെ പോക്കുകളും. അപ്പം നമ്മൾ ഈ കാലത്തിൻ്റെ ഒഴുക്കിൽ നമ്മുടെ കുടുംബജീവിതം ഇല്ലാണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരു കുറച്ച് നേരം അവരുമായിട്ട് സംസാരിക്കുക. അവരുടെ സ്കൂളിലെ വിശേഷങ്ങളോ കോളേജിലെ വിശേഷങ്ങളോ ജോലി സ്ഥലത്തെ വിശേഷങ്ങളോ, അത് ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളാണെങ്കിലും 1 മണിക്കൂർ ഏറ്റവും നല്ലത്. 1 മണിക്കൂറെങ്കിലും ഇരുന്ന് അവരുടെ ചർച്ചകൾ ചെയ്ത് ചിരിച്ച് കളിച്ച് പുറത്തൊക്കെ പോയി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയിരുന്നൊക്കെ കാണാനും നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒന്ന് മക്കളെ കാണാനും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം പല പിള്ളേർക്കും വീടിൻ്റെ പുറകുവശം എങ്ങനെ ഇരിക്കണേന്ന് പോലും അറിയത്തില്ല. അവർ വന്ന് കയറുന്നു, അവരുടെ ഗുഹയ്ക്കകത്തേക്ക് കയറുന്നു, അവരതിനകത്ത് വാതിലടച്ചു സേഫായി. അപ്പം അതൊക്കെ നമുക്കൊന്ന് നിർത്താൻ പറ്റുന്നതല്ലേ നല്ലത്. നമ്മുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കര മാറ്റങ്ങളുണ്ടാകും. നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന, സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്ത് രസമുള്ളതല്ലേ? അങ്ങനെ ഒരു കുടുംബജീവിതവും പഴയത്തിലേക്ക് പോകാൻ സാധിക്കില്ലായിരിക്കാം ഇനിയുള്ള മക്കൾക്ക്. നമ്മളെ ജീവിച്ച പോലെയൊന്നും ജീവിക്കാൻ അവരിഷ്ടപ്പെടുന്നുമില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ആ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. കുട്ടിയും കോലും കളിച്ചൊക്കെ വഴക്കുണ്ടാക്കുന്നതും കബഡി കളിക്കുന്നതും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ കബഡിയൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലേക്കായിപ്പോയി. നമ്മുടെയൊക്കെ കാലത്ത് കബഡി കളിക്കാൻ വേണ്ടി കണ്ടത്തിലൊക്കെ പോയി കുറേ പിള്ളേർ വരും. അന്ന് പറയണ കാലാപ്പിള്ളേർ വരുമെന്ന് പറയും. കാലാപ്പിള്ളേർ വന്ന് വിളിക്കണമെന്ന് പറയും. കാരണം അയലോകത്തുള്ള വീട്ടിലെ പിള്ളേർക്ക് ഒരു പണിയില്ലാത്ത പിള്ളേർ എന്നിട്ട് വന്ന് അത് തന്നെയല്ല, ഈ കണ്ടത്തിൻ്റെ സൈഡിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ പണ്ട്. അപ്പം ആ കണ്ടത്തിൽ പോയി, കണ്ടത്തിൻ്റെ സൈഡിൽ കുഞ്ഞു തോടുണ്ടായിരുന്നു, ആ തോട്ടിൽ പോയി മീൻ പിടുത്തം. അതോ തോർത്തിൻ്റെയൊക്കെ കോലം കാണും. ഈ തോർത്തിങ്ങനെ കഴുത്തേൽ ഇങ്ങനെ വട്ടം കിട്ടും, എന്നിട്ട് മറ്റേ തല കൊണ്ട് ഇങ്ങനെ നടന്ന് മീൻ പിടിക്കുമായിരുന്നു. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ പരണിക്കകത്തിട്ട് വയ്ക്കും, അത് ചത്തും പോവും. വലിയ വലിയ മീനൊന്നും കിട്ടില്ല, കുഞ്ഞു. പിന്നെ ഊത്ത കയറുമ്പോൾ പിടിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഊത്താന്നൊക്കെ പറയണം ഇവിടെ. അതായത് വർഷകാലം അങ്ങോട്ട് അടുക്കുമ്പോഴത്തേനും ഈ പറമ്പുകളിൽ കൂടെയൊക്കെ ഈ മീൻ കയറി വരുമായിരുന്നു വെള്ളം പൊങ്ങിയിട്ട്. അപ്പം അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നതും ഒക്കെ ഒരു ഓർമ്മകളുള്ളൊരു കാലം, ഇല്ലേ? എന്ത് നല്ല രസമുള്ളൊരു കാലമല്ലേ? അതേപോലെ പഠിക്കാൻ സ്കൂളുകളിൽ പോകുന്നതെന്ന് ഓർത്ത് നോക്കി. സ്കൂളുകളിലേക്ക് പോകുമ്പം റോഡിലുള്ള സർവ്വ ചെടിയോടും പള്ളയോടും ഒക്കെ വർത്തമാനവും പറഞ്ഞാണ് പോകുന്നത്. ഒരു സമയം കറക്റ്റ് സ്കൂളിൽ നേരത്തെ ഇറങ്ങിയാൽ നടന്നാണ് പോകുന്നത്. അപ്പം നേരത്തെ ഇറങ്ങിയാലും ബസ്സിലൊക്കെ കുറച്ച് ബസ്സുകളല്ലേ ഉള്ളൂ, അപൂർവം ബസ്സുകളെ കയറുള്ളൂ. അപ്പം ഇറങ്ങിയാൽ ഈ ഉള്ള പക്ഷിയോടും പള്ളയോടും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു സമയത്തും, അല്ലേ? അങ്ങനെ ഒരു കാലം എന്ത് രസമായിരുന്നു, അല്ലേ? അത് തന്നെയല്ല, ചാണകത്തിലെങ്ങാനും ഈ പശുവിൻ്റെ ചാണകത്തിൽ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞ് പാണലിൻ്റെ ഇല, പാണൽ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല കൈ പിടിച്ചോണ്ട് പോകും, പുസ്തകത്തിനകത്ത് എടുത്ത് വെച്ചേക്കും അടി കിട്ടാണ്ടിരിക്കാൻ. അന്ധവിശ്വാസത്തിൻ്റെ കാലവും ഒക്കെ ആയിരുന്നു, അല്ലേ? അത് തന്നെയല്ല, ചോറ് കൊണ്ടുപോകുമ്പോൾ ആ ചോറ് പാത്രത്തിൽ തിരിച്ച് ഉപ്പുമാവുമായിട്ട് വരുന്നു, പിന്നെ ഉപ്പുമാവ് കിട്ടുന്ന ഒരു കാലവും ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? അതുപോലെ കാലിപ്പാത്രമായിട്ട് പോയിട്ട് ഉപ്പുമാവ് മേടിച്ചോണ്ട് വീട്ടിൽ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു ഒക്കെ നല്ല ഓർമ്മകളുള്ള കാലം. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെ പറഞ്ഞാലും മനസ്സിലാവില്ല. പറയുമ്പോൾ പറയും, ഓ പിന്നെ അത് എന്ത് പറയാൻ, എന്നെ കേൾക്കാൻ എന്ന് പറയും. അതൊരു സന്തോഷകരമായൊരവസ്ഥ അല്ലേ? പ്രാർത്ഥന, അടി കിട്ടാണ്ട് പ്രാർത്ഥന, വൈകുന്നേരം നാമജപം, ഇല്ലേ? എല്ലാവരും വീട്ടിലുള്ളവരെല്ലാം കൂടെ ഇരുന്നുള്ള നാമജപവും
ഇന്ന് അതൊന്നുമില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഒത്തിരി മക്കളെ നിർബന്ധിക്കുകയാണ് ഇങ്ങനെ ഒന്നൊന്ന് കാണിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒന്ന് നാമം ചെല്ലട എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. ചൊല്ലിക്കോ, ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ചൊല്ലിക്കോളാൻ പറയും അല്ലേ? അങ്ങനെയൊരവസ്ഥയല്ലേ? അങ്ങനെയൊക്കെയുള്ള കാലത്തിൽ കൂടെയല്ലേ നമ്മൾ കടന്നു പോയത്. ഇപ്പം അതേപോലെ സ്കൂളിലൊക്കെ നടക്കണ എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ വന്നിരുന്ന് പറയുമായിരുന്നു അല്ലേ? മരത്തെ കയറിയതും. അതേപോലെ ഞാൻ പഠിച്ച സമയത്ത് അവിടെ ഒരു വീട്ടിൽ കുരങ്ങനെ വളർത്തുന്നുണ്ടായിരുന്നു. കുരങ്ങൻ. ആ കുരങ്ങിൻ്റെ ഞങ്ങൾ പാത്രം കഴുകാൻ പോകുന്ന വീടായിരുന്നു. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരിങ്ങനെ വലിയ വള്ളിയെ കെട്ടിയിട്ടേക്കുമായിരുന്നു അതിനെ കഴുത്തേലിങ്ങനെ. അതിനെല്ലാം നമ്മൾ കിടക്കുന്ന ചോറൊക്കെ തിന്നുന്നതും ഒക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ കിടക്കുന്നു. ഒത്തിരി വർഷം അവർ വളർത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളെ ഒന്നും വളർത്താൻ പാടില്ല എന്നൊക്കെ നിയമം വന്നത്. അങ്ങനെയുള്ള ഒരു കാലത്തിലല്ലേ നമ്മൾ ഇല്ലേ? ഒരു കാവുകളും ഒക്കെ ഉള്ള. ഇനിയിപ്പോൾ അതൊക്കെ തന്നെ അല്ലേ? അതൊക്കെ എന്ത് പ്രകൃതിക്ക് എന്ത് ഗുണമുള്ള സാധനങ്ങളാണ്. എല്ലാം പോയി, അന്യം നിന്ന് പോയി എന്ന് പറയാം അല്ലേ? അന്യം നിന്ന് പോയ ഈ കാലത്തിൽ കൂടെ നമ്മളിങ്ങനെ നമ്മുടെ സംസാരവും അന്യം നിന്ന് പോകാണ്ടിരിക്കാൻ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം. ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ അവരുമായിട്ടിരുന്ന് സംസാരിക്കുക, തമാശകൾ പറയാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ അവർക്കും വന്നിരുന്ന് കുറച്ച് നേരം അവർക്ക് ബോറടിക്കും. പക്ഷേ കുറച്ച് നാൾ സ്ഥിരം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പിള്ളേരും വന്നു കൂടും. അപ്പം നമുക്ക് രസകരമായിട്ട് പണ്ടത്തെ കഥ വേണേൽ പറയാം, അല്ല ഇപ്പോഴത്തെ കഥ വേണേൽ പറയാം, ഓഫീസിൽ നടന്ന തമാശകൾ പറയാം, റോഡിൽ കൂടെ പോയ തമാശകൾ പറയാം, എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും ഇല്ലേ? നമ്മുടെ കൊച്ചുനാളത്തെ ജീവിതത്തിൻ്റെ കഥകളൊക്കെ പറയാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ആ പഴയ ഓർമ്മകൾ. ഞാനിപ്പം റേഡിയോയിൽ ചിത്രഗീതവും രഞ്ജിനിയും ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ, അതേപോലെ നാടകമൊക്കെ വന്നതും എൻ്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തേക്കാം എന്ന് വെച്ചു. ഒന്ന് ഓർത്ത് നോക്കി, ആ നാടകം കേൾക്കലൊക്കെ. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. കാരണം നമുക്കതേ ഉള്ളൂ. വേറൊരു നാടകം കാണാനൊക്കെ വല്ല അമ്പലത്തിലും ഒക്കെ വല്ല ഈ ഉത്സവത്തിനൊക്കെ അല്ലേ, ഒരു പള്ളിപ്പറമ്പിലൊക്കെ നാടകം ഉണ്ടായിരുന്നു പണ്ട്. അതൊക്കെ കാണാനുള്ള പോക്കല്ലേ ഉള്ളൂ. അല്ലാണ്ട് ശിവരാത്രിയൊക്കെ വരുമ്പോൾ അല്ലാണ്ട് നാടകവും ബാലയൊന്നും. ബാല എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കുറവല്ലേ ഇല്ലേ? അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ഒരു ഓർമ്മകൾ. അപ്പം ഈ കൊച്ചു ഓർമ്മകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ കണ്ടവരാണെങ്കിൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.